ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാടകയ്ക്കുള്ള ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഫ്ലാറ്റാണ് കേട്ടോ. 4 ഫ്ലാറ്റ് ഉണ്ട്. ഇത് വന്നിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ മുട്ടിക്കുളങ്ങര ജംഗ്ഷൻ കാണില്ല. ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഈ ഹൈവേ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടൊരു ചപ്പാത്തി കമ്പനിയുടെ ബോർഡ് കാണുന്നുണ്ട്. കണ്ടില്ലേ, ചപ്പാത്തി കമ്പനി. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഗേറ്റ് കാണുന്ന ഇവിടെ നിന്ന് ഉള്ളിക്കാണ് കേട്ടോ. ഈ വഴി നടക്കാനുള്ള ദൂരം, ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ വീടുകളുള്ളതും ഹൈവേൻ്റെ സൈഡ് തന്നെയാണ്. സെക്കൻഡ് പ്ലോട്ട്, തേർഡ് പ്ലോട്ട് പറയാം, അത്രയും ദൂരം മാത്രമേ ഉള്ളൂ. വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഫ്ലാറ്റ് വന്നിരിക്കുന്നത്. 4 ഫ്ലാറ്റ് ഉണ്ട്. 4 ഫ്ലാറ്റും ബ്രാൻഡ് ന്യൂ ഫ്ലാറ്റാണ്. എല്ലാം ബ്രാൻഡഡ് ഐറ്റങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. CCTV സർവൈലൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാർ പോർച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് സൗകര്യമായിട്ടുള്ളത്. ഓപ്പൺ വെൽ വാട്ടറാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് കേട്ടോ. 4 ഫ്ലാറ്റ് ഉണ്ട്. പുതിയതാണ്, ഇതുവരെയായിട്ട് ആരും താമസമാക്കിയിട്ടില്ല. ഈ ഒരു കാണുന്ന ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് കാർ പോർച്ചിനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്യുന്നത്. അതിന് ട്രസ് വർക്ക് ചെയ്യും. ചുറ്റും നമുക്ക് അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന നല്ലൊരു ഏരിയ കേട്ടോ. വീടിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് കുറച്ച് ഉള്ളിലേക്ക് ഗ്രാമത്തിലൊക്കെ പോയ വീടിട്ട് ചുറ്റും നല്ല കാറ്റൊക്കെ കിട്ടാനായിട്ട് പാടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോലെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ 2 സൈഡും ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാടങ്ങളാണ് ഉള്ളത്. അത് ഇവിടെ നല്ല തെങ്ങും കവുങ്ങും ഒക്കെ ആയിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവിടെ നമുക്ക് നടക്കുമ്പോൾ തന്നെ നല്ല കാറ്റുള്ള, അപ്പോൾ ഒരു ഫ്ലാറ്റ് ലൈഫ് എന്ന് പറയില്ല, നമുക്കൊരു വീട്ടിലിരിക്കുന്ന ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഹൈവേ നിന്ന് ദൂരം ഉണ്ടോ ചോദിച്ചാൽ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇതുണ്ട്, വലിയൊരു പഴയ കിണറാണ്, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓപ്പൺ വെൽ വാട്ടറാണ് ഉള്ളത്. ആണല്ലേ, ഈ സൈഡും പാടമാണ്. ഇവിടെ കാര്യമായി കിടക്കുന്നു, അപ്പുറത്ത് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് നല്ല വെള്ളമുള്ള ഒരു കിണർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളമുള്ള വലിയൊരു കിണറാണ്. പഴയ തറവാട് കിണറിനെ സെറ്റ് ചെയ്ത പോലെ ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ടില്ലേ, കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ഫ്ലാറ്റ് ഉണ്ട് ടോട്ടൽ കേട്ടോ. ടോട്ടൽ 4 ഫ്ലാറ്റാണ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം. ഓണറിനെ ഡയറക്റ്റ് വിളിക്കാനുള്ള നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഡയറക്റ്റ് വിളിച്ചിട്ട് ഇതിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ കംപ്ലീറ്റ് സർവൈലൻസ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടൊന്ന് കയറി നോക്കാം. ഓക്കെ, ഈ ഒരു ഫ്ലാറ്റ് നമുക്ക് കയറി നോക്കാം. ഇതാണ് 1ാം നമ്പർ ഫ്ലാറ്റ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ഫസ്റ്റ് ഫ്ലോറിൽ 2 ഉള്ളത്. കയറുമ്പോൾ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. അതിൽ TV യൂണിറ്റ്സ് കൊടുക്കാനുള്ള സ്പേസ്, ഫാനുകളുണ്ട് അല്ലേ, ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാത്റൂം സെറ്റിങ്സിലാക്കി നോക്കിയാൽ പാരി വെയറിൻ്റെയും സെറയുടെയൊക്കെ ഐറ്റംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫ്രണ്ട് ഡോർ വന്നിട്ട് സ്റ്റീലിൻ്റെ നല്ല ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ആയിട്ടുള്ള 6-7 ലോക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഡോർ തന്നെ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലേ, ഇതാണ് നമുക്കൊരു ബെഡ്റൂം വരുന്നത്. അങ്ങനെ 2 ബെഡ്റൂമുകൾ, 2 അറ്റാച്ച്ഡാണ്. അത്യാവശ്യം സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ്. അല്ല, അതിൽ കബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, മിററും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും കണ്ട് നേരെ വന്നിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരിക. പിന്നെ കിച്ചണിലേക്കുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും മേടിക്കുക. ഒലോക്കോട് സെൻറ്ററിൻ്റെ അടുത്തൊക്കെ വേണമെന്ന് പറയും, പക്ഷേ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കണമെങ്കിൽ ഒരു ചെറിയ ടൈം മതി ഒലോക്കോട് എത്താനായിട്ട്. ഇവിടുന്ന് നമുക്ക് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഒരു 6 കിലോമീറ്റർ ഉണ്ട്, പക്ഷേ ഒരു 5 മിനിറ്റ് കൊണ്ടുതന്നെ നമുക്ക് ഒലോക്കോട് ജംഗ്ഷൻ എത്താൻ പറ്റും. അത്രയ്ക്ക് നല്ല റോഡാണ്, അറിയാലോ. പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്ന് പറഞ്ഞാൽ ആ ഹൈവേ റോഡാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് സ്റ്റേഷൻ്റെ സൈഡിലേക്ക്, ഒലോക്കോട് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഇവിടെയാണ് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2ാമതൊരു ബെഡ്റൂം, ഇതും അറ്റാച്ച്ഡാണ്. അങ്ങനെ ഇതിൽ 4 ഫ്ലാറ്റ് ഉണ്ട്. 4 ഫ്ലാറ്റിലും ഇതേപോലെ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ബെഡ്റൂമാണ് എല്ലാത്തിലും. ഇവിടെയും കബോർഡ് വർക്ക് ഉണ്ട് കണ്ടല്ലേ. നമുക്ക് താഴത്തെ 2 ഫ്ലാറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലാറ്റാണ് നോക്കുന്നത്. കണ്ടല്ലേ, കബോർഡൊക്കെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ മോഡേൺ സ്റ്റൈലിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സൂപ്പർ ആയിട്ട് സിംഗിൾ ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം പാരി വെയറിൻ്റെയും സെറയുടെയും ഐറ്റംസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാത്റൂം ഫിറ്റിങ്സിലും കാര്യത്തിലൊക്കെ കേട്ടോ. ഇവിടെ നമുക്ക് കണ്ടില്ല, വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ ആൻഡ് ഡൈനിങ് സ്പേസ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നമുക്ക് ഫുള്ള് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ആണല്ലേ. ഇവിടെ നമുക്കൊരു ബയോ സെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ എല്ലാ വേസ്റ്റൊക്കെ, ഫുഡ് വേസ്റ്റൊക്കെ ശേഖരിക്കാനും അതൊന്ന് ബയോ വേസ്റ്റ് ഉണ്ടാക്കാനും പറ്റുന്ന രീതിയിലുള്ള അത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നമുക്ക് ഔട്ട്ലോട്ട്, ഇവിടെയാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടുത്തായിട്ടാണ് CCTV ക്യാമറ റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തീ പിടിച്ചൊക്കെ എടുത്താനുള്ള ഫയർ എക്യുപ്മെൻറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം അടുത്തൊരു വീടും കൂടി, ഒരു ഫ്ലാറ്റും കൂടി നമുക്ക് നോക്കാം കേട്ടോ. അത് രണ്ടാമത്തെ ഫ്ലാറ്റാണ്. ഇതിലും അതേപോലെ ലിവിങ് ഏരിയ കം ഡൈനിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 2 ഫാനും അതുപോലെ തന്നെ TV യൂണിറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റീലിൻ്റെ ഡോറാണ് ഇവിടെ ഫ്രണ്ട് ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ബെഡ്റൂം, അതുപോലെ അപ്പുറത്തെ സൈഡ് ഒരു ബെഡ്റൂം. ഇതേപോലെ തന്നെ മേലെ 2 ബെഡ്റൂം ഉള്ളത്, 2 ഫ്ലാറ്റും ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിലിവിടെ കബോർഡിൻ്റെ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നല്ല കളർ കോമ്പിനേഷനോട് കൊടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുള്ള കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വാടകയ്ക്ക് എത്രയാണ് വാടക, എല്ലാ കാര്യം എത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓണറിനെ ഡയറക്റ്റ് വിളിക്കുക. ഓണറിൻ്റെ 2 നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ പരസ്യം ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് വിൽക്കാനുള്ള കാര്യങ്ങൾ പരസ്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പരസ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് 2 അറ്റാച്ച്ഡ് ആയിട്ട് വാഷ്റൂം. ഇവിടെ കിച്ചൺ ഏരിയ വരുന്നുണ്ട്. ഇവിടെയും കിച്ചൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കിച്ചണിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് നേരെ കിണറ്റിൻകരയിലേക്കാണ് കേട്ടോ. ഈ ഭാഗത്ത് നമ്മൾ നേരെ ഇറങ്ങുന്നത് കിണറ്റിൻകരയിലേക്കാണ്. കണ്ടില്ലേ? അപ്പോൾ ഇവിടുന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ളത്, സ്കൂളുകൾ വാക്കബിൾ ഡിസ്റ്റൻസിലുള്ളത്, അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ 11 കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട്. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് പണിക്കാരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വെളിയിലായിട്ട് വാഷ്റൂമും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ലുലു മാളിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും 16 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് വെളിയിലുള്ള കാര്യങ്ങൾ. ഇതിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു കാർ പോർച്ചിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ അവർ ഡ്രസ് വർക്ക് ചെയ്ത് തരും, ഷീറ്റൊക്കെ ഇട്ട് തരും. അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ താഴെയുള്ള 2 ഫ്ലാറ്റ് കണ്ടു, മേലെയുള്ള 2 ഫ്ലാറ്റും കൂടി കാണാം. അതിന് ഫുള്ളായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്നത് ജസ്റ്റ് എൻട്രി മാത്രം കാണിച്ചു തരാം. അപ്പോൾ അവിടെ ആകെ വരുന്നത് 2 ബാൽക്കണി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. താഴെയാകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ കാലി ചെയ്ത് രണ്ടാമത് എടുത്ത വീട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ വീട് പോലെ കിണറ്റും കരയിലേക്ക് പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ബാൽക്കണി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇവിടെ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ ഇതാണ് ഫസ്റ്റ് 3ാമത്തെ ഫ്ലാറ്റ്. ഓക്കെ, ഇതിൽ സെയിം അതേ തന്നെയാണ് കേട്ടോ. അതേപോലെ ഇത് 4ാമത്തെ ഫ്ലാറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോവാം. ഫ്ലാറ്റിൻ്റെ മൊത്തത്തിൽ ടോപ്പിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളത് ഇപ്പോൾ ഡ്രസ് വർക്ക് ചെയ്തിട്ടില്ല, അതിനുള്ള വർക്കും കൂടി അവർ കംപ്ലീറ്റ് ചെയ്ത് തരും. ഇവിടെ നമുക്കിങ്ങനെ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓപ്പൺ ടെറസ് ഏരിയ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇതിന് മൊത്തത്തിൽ അവർ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് തുണി ഇടാനും ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ നമ്മുടെ ഗെറ്റ് ടുഗദറൊക്കെ വെക്കാൻ പാകത്തിനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അത്യാവശ്യം ചെറിയൊരു സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ടോട്ടലായിട്ട് ഇവിടെ ഡ്രസ് വർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് തുണി അലക്കി ഉണക്കാനുള്ള സ്പേസും ഇവിടെ കാര്യം സെറ്റ് ചെയ്യും. ഇവിടെ കണ്ടില്ലേ, നമുക്ക് വളരെ വിശാലമായിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. നോക്കി അറിയാൻ അതാണല്ലോ, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ. ഒരു ഫ്ലാറ്റിലാണ് ഇരിക്കുന്നതെന്നുള്ള ഫീലേ നമുക്ക് ഉണ്ടാവില്ല. ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും അവിടെ വണ്ടികളൊക്കെ പോകുന്നത്. കറക്റ്റ് നമുക്ക് ഇവിടുന്ന് ഹൈവേ നമുക്ക് അവിടെ വാച്ച് ചെയ്യാൻ പറ്റും അല്ലേ, അതാ വണ്ടി പോകുന്നുള്ളത്. അപ്പോൾ ഇത്രയും അടുത്താണുള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇതിൽ വാടകയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറെ കണക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് വേണ്ട ഇതിന് എത്ര വാടക എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു റിക്വസ്റ്റ്, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതിനുശേഷം കോൾ ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വിജയം പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.